ഡൽഹിയിലെ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവുമായ കൈലേഷ് ഗെഹ്ലോട്ട് രാജിവെച്ചിരിക്കുകയാണ്. പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും സമീപകാല വിവാദങ്ങളുമാണ് സ്ഥാനമൊഴിയാനുള്ള കാരണമെന്ന് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനും ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കും അയച്ച രാജിക്കത്തിൽ കൈലേഷ് വ്യക്തമാക്കുകയാണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കൈലാഷ് രാജിവെച്ചിട്ടുണ്ട്. ആം ആദ്മി സർക്കാരിലെ പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നും ഗെഹ്ലോട്ട് പറഞ്ഞു. ആഭ്യന്തരത്തിന് പുറമെ ഗതാഗതം, IT, സ്ത്രീ ശിശു വികസനം എന്നിവയുൾപ്പെടെ ഡൽഹി സർക്കാരിലെ പ്രധാന വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലെ ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങൾ പാലിക്കാൻ പാർട്ടിക്ക് കഴിയാത്തതിനാൽ അതൃപ്തനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. യമുന നദി ശുചീകരിക്കുന്നതിൽ ഡൽഹി സർക്കാർ പരാജയപ്പെട്ടു എന്നും കൈലേഷ് ഗെഹ്ലോട്ട് കുറ്റപ്പെടുത്തി. ശുദ്ധമായിട്ടുള്ള യമുനയെ ഞങ്ങൾക്ക് തരൂ എന്ന വാഗ്ദാനം ചെയ്തു, എന്നാൽ ആ പ്രതിബദ്ധത നിറവേറ്റുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നും അദ്ദേഹം എഴുതി. അരവിന്ദ് കെജ്രിവാളിന്റെ പുതിയ ഔദ്യോഗിക ബംഗ്ലാവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. പുതിയ ബംഗ്ലാവ് പോലെയുള്ള ലജ്ജാകരവും വിചിത്രവുമായ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇത് സാധാരണക്കാരന്റെ പാർട്ടി എന്ന ലേബിൾ ആളുകൾക്ക് സംശയമുണർത്താൻ കാരണമായി എന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള നിരന്തര പോരാട്ടം ഈ നഗരത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഡൽഹി സർക്കാർ അതിന്റെ ഭൂരിഭാഗവും സമയവും കേന്ദ്രവുമായി യുദ്ധം ചെയ്യുന്നതിനാണ് ശ്രമിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. ആം ആദ്മി പാർട്ടി സ്വന്തം രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി പോരാടുകയാണെന്നും ഇത് ഡൽഹിയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സേവനങ്ങൾക്ക് പോലും നൽകാനുള്ള നേതാക്കളുടെ കഴിവിനെ സാരമായി ബാധിച്ചെന്നും ഗെഹ്ലോട്ട് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ ജനങ്ങളെ സേവിക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. അത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നേ അല്ലാതെ മറ്റു മാർഗമില്ല എന്ന് പറഞ്ഞാണ് കൈലേഷ് ഗെഹ്ലോട്ട് കത്ത് അവസാനിപ്പിച്ചത്. ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഗെഹ്ലോട്ട് പാർട്ടി വിട്ട് ആം ആദ്മിക്ക് തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല. കാരണം കൈലേഷ് ഗെഹ്ലോട്ട് BJPയിൽ ചേരാനാണ് സാധ്യതയെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ അഭിസംബോധന ചെയ്ത തന്റെ രാജിക്കത്തിൽ AP ഉള്ളിൽ നിന്ന് നേരിടുന്ന ഗുരുതരമായിട്ടുള്ള വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു രാജിക്കത്ത്. ഇതിനോടകം തന്നെ BJP അവിടെ ചരട് വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ കരുനീക്കങ്ങൾ എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും അവർ നടത്തി കഴിഞ്ഞു. ജനങ്ങളോടുള്ള നമ്മളുടെ പ്രതിബദ്ധതയെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ മറികടന്നു നിരവധി വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ പോയി എന്നായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ രാജിക്കത്തിൽ പറയുന്നത്. അത് തന്നെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത്. കാരണം അദ്ദേഹം ഭരണസമയത്തിൽ ഇരുന്നപ്പോൾ ഈ ആം ആദ്മിയുടെ അംഗത്വമായിരുന്നപ്പോൾ അല്ലെങ്കിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് അവരുടെ അതായത് AAP സർക്കാരിനൊപ്പം ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അതിൽ ഞാൻ വളരെയധികം ലജ്ജ കൊള്ളുന്നു, അല്ലെങ്കിൽ എനിക്കത് സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു രാജിക്കത്ത് കൊടുത്ത് ഇറങ്ങുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു കരുനീക്കങ്ങളാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം 2026 വരുവാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഡൽഹി BJPക്ക് സ്വന്തമാക്കണം. അതിന് BJP എന്ത് കളി വേണമെങ്കിലും നടത്തും. എന്നാൽ ഡൽഹി സ്വന്തമാക്കില്ല, തങ്ങൾ തന്നെ സ്വന്തമാക്കും എന്നുള്ള രീതിയിൽ ഈ AAP രംഗത്തെത്തുകയാണ്. ഗതാഗത മന്ത്രി കൈലേഷ് ഗെഹ്ലോട്ടിന്റെ രാജിക്ക് പിന്നാലെ BJPക്കെതിരെ രൂക്ഷ പ്രതികരണവുമായിട്ട് AAP ദേശീയ കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തി. അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത സഹായിയായി അറിയപ്പെടുന്ന ഗെഹ്ലോട്ടിന്റെ രാജി പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികൾ സംഘടിപ്പിച്ച ഗൂഢാലോചനയാണെന്നാണ് ഗെഹ്ലോട്ടിന്റെ രാജി എന്നാണ് അരവിന്ദ് കെജ്രിവാൾ വിശേഷിപ്പിക്കുന്നത്. BJP നേതാവ് അനിൽ ജാം ആം ആദ്മി പാർട്ടിയിൽ ചേർന്നതായിട്ട് വാർത്താ സമ്മേളനത്തിനിടെ കെജ്രിവാൾ അറിയിക്കുകയും ചെയ്തു. ഛായ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത കെജ്രിവാൾ BJPക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. BJP നേതാക്കൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ആളുകൾ വിഡ്ഢികളാണെന്ന് അവർ കരുതുന്നുണ്ട്. പക്ഷെ പൊതുജനങ്ങൾക്ക് അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അറിയാമെന്നും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിന് BJP മാസങ്ങളോളമായിട്ട് തന്നെ പീഡിപ്പിക്കുകയാണെന്നും കെജ്രിവാൾ ആരോപിക്കുകയും ചെയ്തു. ഭരണത്തിലും വികസനത്തിലും AAP ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനായിട്ട് BJP ഇത്തരം തന്ത്രങ്ങളെ ആശ്രയിക്കുകയാണ് എന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. ഡൽഹിയിൽ 2 സർക്കാരുകളാണ് ഉള്ളത് എന്നാണ് കെജ്രിവാൾ പറയുന്നത്. ഒന്ന് സംസ്ഥാനവും ഒന്ന് കേന്ദ്രവും. ഇവർക്ക് ഡൽഹിയുമായി ബന്ധപ്പെട്ട അധികാരങ്ങളുണ്ട്. കേന്ദ്രത്തിന് പ്രത്യേകിച്ച് വലിയ അധികാരമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഡൽഹി സർക്കാർ പൂർവാഞ്ചൽ സമുദായത്തിന് വേണ്ടി വിപുലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിന് വേണ്ടി കേന്ദ്രം നൽകിയ ഒരു സംഭാവനയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ BJPക്ക് കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആഞ്ഞടിച്ചുകൊണ്ടുള്ള കെജ്രിവാളിന്റെ പ്രതികരണം അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും അവിടെയും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കളികൾ തന്നെ നടക്കുകയാണ്.